വളക്കൈ സ്കൂൾ അപകടത്തിൽ ബസ്സിന് യന്ത്ര തകരാറൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ബ്രേക്കിനും എഞ്ചിന് തകരാറുണ്ടായിരുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. വാഹനത്തിന്റെ ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവറുടെ വാദം MVD തള്ളുകയായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് MVD പറയുന്നത്. അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡിന്റെ അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നും MVD പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിന് പിന്നാലെ ബസ്സിന് ബ്രേക്കിന് തകരാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡ്രൈവർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു തകരാറും ബസ്സിനുണ്ടായിരുന്നില്ലെന്നാണ് MVDയുടെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതോടെ നിസാമുദ്ദീന്റെ വാദം പൊളിയുകയാണ്. അതേസമയം അപകട സമയത്ത് ഡ്രൈവർ നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ബസ് മറിഞ്ഞപ്പോൾ തന്നെ നിസാമുദ്ദീന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ആയിട്ടുണ്ട്. അപകടത്തിന്റെ ദൃശ്യത്തിലെ സമയമാണ് 4:03. ഇയാൾ ആ സമയത്ത് വാട്സപ്പ് സ്റ്റാറ്റസും അപ്ലോഡ് ചെയ്തു. എന്നാൽ ഈ ആരോപണം നിസാമുദ്ദീൻ നിഷേധിച്ചു. വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് നിസാമുദ്ദീൻ നൽകുന്ന വിശദീകരണം. ആരോപണ വിധേയമായ വാട്സപ്പ് സ്റ്റാറ്റസ് നേരത്തെ തന്നെ ഇട്ടതാണ്. എന്നാൽ അത് അപ്ലോഡ് ആകാൻ സമയമെടുത്തെന്നാണ് ഡ്രൈവർ നിസാമുദ്ദീൻ പറയുന്നത്. നിലവിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിസാമുദ്ദീൻ. അപകട കാരണം യന്ത്ര തകരാറല്ലെന്ന് കണ്ടെത്തിയതോടുകൂടി ഡ്രൈവറിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത്. നിസാമുദ്ദീന്റെ അശ്രദ്ധയാണ് കുട്ടിയുടെ ജീവനത്തിന് അപകടത്തിന് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. വളക്കൈ അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേതിയ പഠിച്ച കുറുമാത്തൂർ ചിന്മയ UP സ്കൂളിൽ പൊതുദർശനം നടക്കും. ബസ് അപകടത്തിൽ പരിക്കേറ്റ 18 കുട്ടികളുടെ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4:00 സംഭവം. സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടും പറഞ്ഞ് കുരുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയ മരിച്ചത്. അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരുപത്ത് ഭാഗത്തു നിന്ന് വന്ന ബസ് വളക്കൈ സംസ്ഥാന പാതയിലേക്ക് കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ നേതിയ ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു. അതിനിടെ വളക്കൈ അപകടത്തിന് പിന്നാലെ ചോദ്യമുന്ന സർക്കാരിലേക്ക് കൂടെ നീങ്ങുകയാണ്. ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർക്ക് ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകിയെന്ന ആരോപണമാണ് ഉയരുന്നത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫിറ്റ്നസ് നീട്ടി നൽകിയത്.